ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പം പിടിച്ച് കൊണ്ടുവന്ന മീനാണ് കേട്ടോ, ഐസൊന്നും ഇടാത്ത മീൻ. അതായത് ഹസ്ബൻഡ് ചൂണ്ടലിട്ട് പിടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഈ മീനിന് എന്താ പറയുകയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കരിമീൻ എന്നാണ് ഞങ്ങൾ പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ ശരിക്കും ഇത് കരിമീൻ തന്നെയാണ്. ഇത് കണ്ടില്ലേ, കയ്യിൽ നിന്ന് നല്ലോണം വഴുതി പോകുന്നുണ്ട്, കാരണം ഫ്രഷ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് നമ്മൾ ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് തരം മീൻ, അതായത് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള മീൻ കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. അത് ഈ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ മീൻ കട്ട് ചെയ്യുന്ന ഒരു പണി വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ മീൻ വെള്ളത്തിലിട്ടിട്ട് ഇതാ ഇതുപോലെ ഒരു കത്രിക എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ചിറകുകളും ഒന്ന് മുറിക്കണം. അതായത് എല്ലാ സൈഡിലുള്ള ചിറകുകൾ, വാല് മാത്രം അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കി എല്ലാ സൈഡിലുള്ള ചിറകുകൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ഉള്ള മുള്ള് കയ്യിൽ കുത്തും. അപ്പോൾ അത് കുത്താണ്ടിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് എന്താ അറിയോ, നമ്മുടെ കൈച്ചിറവയില്ലേ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലത്തെ ഈ നമ്മളെന്താ പറയുക, തൂളി എന്ന് പറയും. ഞങ്ങൾ തൂളി എന്നാട്ടോ പറയുക, നിങ്ങളെന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ തൂളി പോക്കാനായിട്ട് നമ്മൾ കത്തിയോണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ സമയം ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ചടപടാന്ന് പറഞ്ഞിട്ട് ഈ ഒരു തൂളി പെട്ടെന്ന് പൊക്കാനായിട്ട് പറ്റും കേട്ടോ. വളരെ ഈസിയാണ്. ഇങ്ങനൊരു സാധനം നിങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചോട്ടോ. കാരണം ആകെ ഒരു 50 രൂപ അത്രയൊക്കെ വരുള്ളൂ ഇതിന്, ഒരുപാട് പൈസയൊന്നും ആവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർഷങ്ങളോളം മീൻ മുറിക്കാൻ വലിയൊരു പ്രയാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വലിയ മീനൊക്കെ കട്ട് ചെയ്യുന്നിടത്ത് പോയി കഴിഞ്ഞാൽ അവർ ഒരു ആണി പോലുള്ളൊരു സംഭവം വെച്ചിട്ടുള്ളൊരു ഇതാണ് കാണുക. പക്ഷേ ഇതാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പിടിക്കാൻ നല്ല സൗകര്യമാണ് കേട്ടോ. അപ്പോൾ വലുതായാലും ചെറുതായാലും ഒക്കെ നമുക്ക് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം, ആ തൂളി പോക്കിയതിന് ശേഷമാണ് നമ്മൾ വാല് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മളിതാ ഈ തലഭാഗത്ത് ഈ ഒരു സൈഡിലുള്ള ചെതുമ്പലുണ്ടല്ലോ, അതൊന്ന് പൊക്കി പിടിക്കുക കൈകൊണ്ട്, ഒരു വിരലുകൊണ്ട് പൊക്കിയിട്ട് അതിനുള്ളിൽ കൂടെ കത്രിക ഇട്ട് കഴിഞ്ഞാൽ ആ മീനിൻ്റെ വായിക്കൂടെ അതങ്ങോട്ട് പുറത്ത് വരും കേട്ടോ. അപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലും കട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ കണ്ണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു പൂ പോലെയുള്ള സംഭവം ഉണ്ടല്ലോ, അതും കത്രിക വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വയറ് ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ, അപ്പോൾ ആ വയറിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചീഞ്ഞൊന്നും പോകാത്ത രീതിയിൽ നമുക്ക് മീൻ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ആ ഒരു ഭാഗം കട്ട് ചെയ്യാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു വേസ്റ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് വലിച്ചെടുക്കാം കേട്ടോ. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ ബെറ്റർ നമ്മൾ ആ നടുഭാഗം ജസ്റ്റ് ഒന്നങ്ങോട്ട് കട്ട് ചെയ്ത് കളയുന്ന കേട്ടോ. അപ്പോൾ അതാ മീൻ മുറിക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ. നിങ്ങൾക്ക് അയില, മത്തി, അല്ലെങ്കിൽ ചെറിയ നെത്തൽ, അങ്ങനെ എന്ത് മീൻ വേണമെങ്കിലും ഇതുപോലെ മുറിക്കാം കേട്ടോ. ചെറിയ മീൻ, വലിയ മീനാണെങ്കിലും എല്ലാ വലിയ സൈസ് മീൻ ഇതുപോലെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വേസ്റ്റൊക്കെ തിന്നാനായിട്ട് ഇവിടെ ഒരു പൂച്ച വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ വേസ്റ്റൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഉമ്മാക്ക് വലിയൊരു താങ്ക്സ്. കാരണം എനിക്ക് ഉമ്മ ഇത് പഠിപ്പിച്ചു തന്നതിന് ശേഷം മീൻ മുറിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. കാരണം ഏത് തരം മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ മുറിച്ചെടുക്കലുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഇത് കുറച്ച് മഞ്ഞളും ഉപ്പും മുളകും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇതുപോലെ നല്ലപോലെ മസാല പുരട്ടിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ചൂടായിട്ടുണ്ടല്ലോ, അതിൽ ഒരു തണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മീൻ അടിയിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് പറ്റും. തിരിച്ചിടാനും മറിച്ചിടാനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടിപ്പ് എല്ലാവരും പരീക്ഷിച്ച് നോക്കൂ കേട്ടോ, അറിയാത്തവരൊക്കെ. പിന്നെ ഈ കരിമീൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നൊരു മീനാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.